അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ള കാണുന്നതിനെ സംബന്ധിച്ച് പള്ള കാണാൻ പോക്ക് എന്ന പേരിൽ ഗർഭിണികളെ കാണാൻ പോകുന്ന ഒരാചാരം നിലവിലുണ്ടല്ലോ. ഇതിൻ്റെ മതവിധിയാണ് കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഗർഭസമയത്ത് വലിയ ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടും. മാതാപിതാക്കളെ സംബന്ധിച്ച് മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. തൻ്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണത്തോടെയാണ് അവനെ ഗർഭം ചുമന്നത് എന്ന് സൂറത്തുൽ ലുഖ്മാൻ 14. മറ്റിടത്ത് അള്ളാഹു പറയുന്നു, മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മാതാവ് വിഷമത്തോടെ അവനെ ഗർഭം ചുമക്കുകയും പ്രയാസത്തോടെ തന്നെ അവനെ പ്രസവിക്കുകയും ചെയ്തു എന്ന് സൂറത്ത് അഹ്ഖാഫ് 15. ഗർഭം ചുമക്കുമ്പോഴുണ്ടാകുന്ന ക്ഷീണത്തിനും വിഷമത്തിനും അവരെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസവും സുരക്ഷാബോധവും സന്തോഷവും പ്രദാനം ചെയ്യൽ പുണ്യമുള്ളതാണ്. ഇതിന് പ്രേരണ നൽകുന്ന ഒരു ഹദീസ് കാണുക. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വ്യഭിചരിച്ചു ഗർഭിണിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ ശിക്ഷക്ക് അർഹതപ്പെട്ടവളാണ്, എൻ്റെ മേലുള്ള ആ ശിക്ഷ തങ്ങൾ നടപ്പിലാക്കിയാലും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞു, നീ ഇവളോട് നന്മ ചെയ്തിരിക്കണം. അവൾ പ്രസവിച്ചാൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതനുസരിച്ച് അവളെയും കൂട്ടി വന്നപ്പോൾ പ്രവാചകൻ്റെ ആജ്ഞപ്രകാരം അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ കെട്ടി അവളെ കല്ലെറിയപ്പെട്ടു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ഈ സംഭവത്തിൽ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായവൾക്ക് പോലും ആ സമയത്ത് നന്മ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അപ്പോൾ അനുവദനീയമായ മാർഗത്തിലൂടെയുള്ള ഗർഭിണികളെ ആശ്വസിപ്പിക്കുന്ന ഈ കാഴ്ച തീർത്തും പുണ്യം ലഭിക്കുന്നത് തന്നെ. മധുര പലഹാരവും മറ്റു വിഭവങ്ങളും കൂടിയാകുമ്പോൾ പാരിതോഷികത്തിൻ്റെ സുന്നത്തും ലഭിക്കും. പള്ള കാണുക എന്ന സാങ്കേതികമായി പറയുന്നതാണ്. ഗർഭിണിയെ സന്തോഷിപ്പിക്കുകയാണല്ലോ ലക്ഷ്യം. മാത്രമല്ല, ഈ കാഴ്ചയിലൂടെ കുടുംബബന്ധം ചേർക്കുക എന്ന പുണ്യവും ലഭിക്കുന്നു. കുടുംബബന്ധം മുറിക്കുന്നവർക്കെതിരെ ഖുർആനിൽ പല സ്ഥലത്തും താക്കീത് നൽകിയിട്ടുണ്ട്. കുടുംബബന്ധം ചേർക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം ഹദീസുകളും കാണാം. ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു ഗ്രാമീണർ വന്ന് ചോദിച്ചു, എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തു നിന്ന് അകറ്റുകയും ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ലാഹുവിനെ ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക, കുടുംബബന്ധം പുലർത്തുകയും ചെയ്യുക എന്ന് ബുഖാരി 2:130. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായി പള്ള കാണുന്നതിനെ കുറിച്ചൊക്കെ. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.